ഹലോ ഗായ്സ്, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വന്ന് ഇപ്പോൾ ചായ കുടിച്ച് കിടന്നിട്ടുള്ള ഗൈസ്. ഇതാണ് നമ്മളെ സ്പീക്കർ. JBL ഒന്നുമില്ല, അന്ന് JBL ഉണ്ട് വലുത്, അത് മേലെയുള്ള ഓൺലൈൻ വന്നിട്ടുണ്ട്. സ്പീക്കർ ഉണ്ട്. നമ്മളെ കുട്ടികളെ നമ്മളെ പട്ടം പോലെ പറത്തി വിടണം, എന്നാലേ കൂടി ഉയരങ്ങൾ കീഴടക്കുള്ളൂ. പക്ഷെ TV വേണ്ട വയസ്സ്. ഇനി കുറച്ച് ഇനിയാളങ്ങ് പോകും വയസ്സ്, കുറച്ചതിൻ്റെ പോകും. എവിടെ പോകുന്ന നിങ്ങൾക്കാണ് കുട്ടിയച്ചു. വിചിത്രമായ ഒരു ചെറിയ ജീവിയെ കാണാനിടയായി. അതെന്താണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഉടൻ തന്നെ അതിനെ എടുത്ത് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പരിശോധനകൾക്ക് ശേഷം മാസം തികയാതെ ജനിച്ച അതീവ ദുർബലനായ ഒരു പൂച്ചക്കുട്ടിയാണെന്ന് അവർ കണ്ടെത്തി. ആ ജീവൻ നിലനിർത്താനായി ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ വഴി അതിന് പാൽ നൽകി. അതിനുശേഷം ഏതെങ്കിലും ഒരു പൂച്ച അതിനെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം അതിനെ പല പൂച്ചകളുടെ അടുത്തേക്കും കൊണ്ടുപോയി. ഓരോ പൂച്ചയും അതിനെ മണപ്പിച്ചു നോക്കിയെങ്കിലും ആരും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അദ്ദേഹം തന്നെ അതിനെ വളർത്താൻ തീരുമാനിച്ചു. എല്ലാ ദിവസവും കൃത്യമായി ഭക്ഷണം നൽകിയും സുരക്ഷിതമായി നോക്കിയും അദ്ദേഹം അതിനെ പരിചരിച്ചു. കാലക്രമേണ ആ ചെറിയ ജീവി സാവധാനം ഒരു സാധാരണ പൂച്ചക്കുട്ടിയെ പോലെ കാണപ്പെട്ടു തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, നേരത്തെ നിരസിച്ച അതേ പൂച്ചകളിൽ നിന്ന് ഒടുവിൽ അതിനെ സ്വീകരിക്കുകയും സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കുകയും ചെയ്തു. ശരിക്കും real food, real milk, natural flavor. Father love. ഇയാൾ കാർ വെച്ചാൽ സ്കൂട്ടീന് കാറിനുണ്ട്. പറയാണ്ട് ഏട്ടായി സ്വന്തം റിസ്കിൽ എന്നെ കുഞ്ഞിപ്പങ്ങളെ കൊണ്ടുവന്നില്ല. എല്ലാം ഏട്ടായിക്ക് മക്കളുള്ള സ്നേഹം കൊണ്ട് മാത്രം. ഇതാണ് എൻ്റെ ട്രോഫി. ട്രോഫി എൻ്റെ മനുഷ്യൻ്റെ ഉണ്ട്, പിന്നെ നീല മെഡലുണ്ട്, പിന്നെ ഇതാ, പിന്നെ നടുവിലുള്ളത് അതുണ്ട്. കുറച്ച് മെഡലുണ്ടതാണ്. ഫുട്ബോൾ സിറ്റി ഗൈസ്. എന്റെ പെങ്ങളെ നീ നോക്കിയെന്ന് പറഞ്ഞ പിന്നെ നീ കരുതണ്ട, തള്ളത്തില്ല. കാരണം അവളെ എന്നാണ് നീ പ്രേമിച്ചു നിന്റെ ലൈഫ് മുടിഞ്ഞു പോകും. ഇങ്ങോട്ടെ നീ പറയണ്ട. അവിടെ ഞാനേ ആ JCB ഒരു 6 അടി മണ്ണ് നോക്കിയിട്ട് പോയി. അതങ്ങനെ എന്തൊക്കെയാലും അവളെ കേട്ട് നീ ചത്ത്. അപ്പൊ നമ്മൾ കൂടി ഇവിടെ ട്രാമ്പലീൻ പാർക്ക് വെച്ചിട്ട് അവളെ നടുക്കൂടെ കൊടുക്കും. എന്നിട്ട് പാടത്ത് വരക്കത്ത് തുടങ്ങി നല്ല വീട്ടിൽ. ആ എടി നീ ഇവിടെ ഇരിക്കുവായിരുന്ന നിന്നെ ഇവിടെ പരിചയപ്പെടുത്താൻ പെങ്ങളാ ദരിദ്രവിടെ നന്നായാ ചേട്ടാ. ചേട്ടനോട് പറക്കുമ്പോൾ ഞാൻ കാര്യമായി ചേച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്കിഷ്ടം ചേട്ടനാ. ഐ ലവ് യു ചേട്ടാ. അല്ല എടി ഒറ്റയ്ക്ക് പോയി ഞാനും എതിർപ്പ് കാരണം പാലക്കാട്ടിൽ കൊച്ചിയിൽ നിന്നാണ് ഹിമാലയൻ 4 ലക്ഷം രൂപ കൊടുത്ത് ബൈക്ക് എടുക്കാൻ നിനക്ക് ഭ്രാന്താവും, നിനക്ക് കാർ എടുത്തൂടെ എന്നായിരുന്നു വീട്ടുകാരെ. ഞങ്ങളിന്ന് കുറച്ചായിട്ട് ഒരു സ്ഥലത്ത് പോകും. ആടുന്ന് ഇതിൻ്റെ ബാക്കി ബ്ലോഗ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.